ഗായ്സ് ഇന്ന് നമ്മളെ ഉണ്ടാക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതായ ഒരു കീച്ചെയിൻ ഉണ്ടല്ലേ UAE ഫ്ലാഗിൻ്റെ കളറുള്ള. അപ്പോൾ അത് പൊട്ടി. അപ്പോൾ അതിന് നമുക്കൊരു ഇതുണ്ടാക്കണ്ടേ, ഒരു കീമലൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ഈ ചെയിൻ ഇവിടുന്ന് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതിന് നമുക്കൊരു ചെയ്യാൻ മാറ്റിയിട്ട് നമുക്ക് ഇത് അടിപൊളി ഇതുപോലെ ഇങ്ങനെ ഇതാക്കി ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് എൻ്റെ ഒരു ഐഡിയ പരമായിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഗൈസ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ കിട്ടണമെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഭാഗം നമുക്കിങ്ങനെ ഉരുക്കി കൊടുക്കാറുണ്ട്. അത് ഉരുക്കി കൊടുത്ത് അടുത്ത ഭാഗം ഓക്കെ നമുക്കിങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഇതാ ഞാൻ ഇതിലിങ്ങനെ കോർക്കണം. കണ്ട, ഇതിലിങ്ങനെ കോർത്തിട്ട് എല്ലാം ടെക്നിക്കാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ആ ഊരാൻ കൊടുക്കുന്ന പോലെ ഇങ്ങനെ കെട്ടിയിട്ടെടുത്ത് കണ്ടില്ലേ. ഓക്കെ, എടുത്തില്ലേ. ഇനിയാണ് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, ഈ സ്റ്റാൻഡിൽ അത് പിടിപ്പിച്ചിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഭാഗം ഇതിലൂടെ കെട്ടിയിടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പണിപ്പുരയിലേക്ക് കടക്കാം. ഇതാണ് ഇത് കണ്ടില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിടിക്കണം. ഇത് പിടിച്ച് ഇതാക്കണമെന്നുണ്ടെങ്കിൽ ആരുമില്ല. അപ്പോൾ എൻ്റെ കാലെന്നെ വെച്ചിട്ട് നമുക്കതിനെ കാലുകൊണ്ട് ഇതിനങ്ങനെ ഇതാക്കി പിടിക്കാം. എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവും വിചാരിക്കണം. ഓക്കെ, ഈ ഒരു ഭാഗം ഇതിങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഡിസൈനായിട്ട് നമുക്കത് കിട്ടും സംഭവം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു മിനിറ്റ് ഫ്രീ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിലേക്ക് ഇതാ ഈ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ട, ഇതിനെ ഈ ഭാഗം ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വലിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തിന് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാണ്ടില്ല. ഇത് അങ്ങോട്ട് വലിച്ചു കൊടുക്കുക, അപ്പുറത്തെ ഇതിനെ അങ്ങോട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടെ നീക്കിച്ചെടുത്തുന്നുണ്ടാൽ കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, കാണണ്ടാന്ന് വിചാരിക്കണം. ഓക്കെ, ഏകദേശം ഒരു ഇതായി വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളിത് എൻ്റെ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കണുണ്ടല്ലേ. ഇതിനിതാ അങ്ങനെ എടുത്ത് ഇത് ഒരാൾ പിടിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കാലുമായി വെച്ചിട്ട് ഉണ്ടാക്കണത് ഗായ്സ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഓക്കെ, ഇങ്ങനെ ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണുണ്ടല്ലേ. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഗായ്സ്. അയ്യോ, ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ എടുക്കണം. വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണുണ്ടോ. ഇതാ വീണ്ടും അങ്ങനെ തന്നെ ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കെട്ട് വരുന്നത്. നമുക്ക് അത്ര വലിയ ഇതും വേണ്ട. ആ കീച്ചെയിനുള്ള പാകത്തിനുള്ള മാത്രം ആക്കിയിട്ട് നമുക്ക് എടുക്കാം ഉണ്ടല്ലേ. അയ്യോ, ഇവിടെ വന്ന് അടുത്ത് ഒരെണ്ണം രണ്ടെണ്ണം കൂടി ആയിട്ട് നമുക്ക് നിർത്താം അതിനെ. ആടാ, അപ്പോൾ അതാ നമുക്കൊരു ചെറിയൊരു ഡിസൈനായി കിട്ടിയില്ലേ. ഓക്കെ, ഒരു രണ്ടെണ്ണം കൂടി ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരെണ്ണം കൂടി. അത് കഴിഞ്ഞാൽ നമുക്ക് ചാവിയുള്ള ഭാഗം അതിലിട്ട് കൊടുക്കാം. ഓക്കെ, ഉണ്ടാ, ഇപ്പം എങ്ങനെയുണ്ട്, ഡിസൈനായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കീ ഉള്ളത്. ആ കീ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കണ്ണി ഉള്ളതിൻ്റെ എടുത്തിട്ട് ഒരു കണ്ണിമ്മലാക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലെയർ വെച്ചിട്ട് അതിനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു തുമ്മൽ നമുക്ക് ബാക്കിയുള്ള നൂലിൽ നമുക്ക് കെട്ടിയിടാം കേട്ടോ. അപ്പോൾ ഇനി അത് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തലയിൽ കൂടി അത് ഇങ്ങനെ ആദ്യം കയറ്റി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിനെ ഈ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കണം.
എന്നിട്ട് അടുത്ത ഒരു ഇതിൽ ചെയ്യുമ്പോഴാണ് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ, അത് ചെയ്യുമ്പോഴാണ് അതിലത് കെട്ടായിട്ട് കിടക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുന്നുണ്ടല്ലേ, ഇതതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ കിടക്കും. ഗൈസ്, അപ്പോൾ ചാവി നമുക്ക് കയറ്റിയ ഭാഗത്ത് അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടുകൊണ്ടില്ലേ. ഓക്കെ, എന്നിട്ട് അതിനെ വലിഞ്ഞാണ്ട് കൊടുത്തുന്നുണ്ടാൽ സംഭവം അതിൻ്റെ ഉള്ളിലായി. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത ഇതിലേ ഇങ്ങനെ വലിച്ചെടുത്ത്, ഓക്കെ ശ്രദ്ധിച്ച് കാണണം, അതായത് ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഇതിനങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തുന്നുണ്ടാൽ അതവിടെ കെട്ടായി നിൽക്കും. ഓക്കെ ഓക്കെ, കഴിഞ്ഞിട്ടാ ഇത്രയുള്ള പരിപാടി. ഇതവിടെ അതിൻ്റെ ഉള്ളിൽ കെട്ടായി നിന്ന്, ഇനി അത് അഴിയൂല. അതാണ് അതിൻ്റെ അത്രയുള്ള എൻ്റെ സംഭവം. ഇത് കണ്ടില്ല, ഇപ്പോൾ സംഭവം അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളതിനെ ഈ ഭാഗത ലൈറ്റ് കത്തിച്ചിട്ട് ഓക്കെ ഇങ്ങനെ അവിടെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഇനി അഴിഞ്ഞ് വരില്ല. ഇനി ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഭാഗം കട്ട് ചെയ്ത് അതിന് ശേഷം ഇതവിടെ നമുക്കിതിങ്ങനെ ഒരുക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതുമായിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം അടിപൊളിയായി. ഇങ്ങനെയുണ്ട്. മറ്റേത് ഇങ്ങനെ എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചെറിയ കണ്ണിയുള്ളതായതുകൊണ്ട്. ഇപ്പം നൂലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി. അങ്ങനെ കീച്ചെയിൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനത്തെ പല സംഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ തോന്നിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇത് ഇങ്ങനത്തെ പല ഇതിനൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡുകളാണ് നമ്മൾ വാച്ചിൻ്റെ സ്ട്രാപ്പെല്ലാം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ മാറ്റി വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.